മാസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ തലയുടെ പുറകെ ഇങ്ങനെ നീണ്ടു വരിക. മോള് തൊട്ട് താഴെ വരെ തൂത്തു. ദൈവമേ, എനിക്ക് കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ ആയിപ്പോയി. ഇങ്ങനെ രണ്ടു തൂത്തുമ്പോൾ കൈ മുഴുവനും കൊച്ചിൻ്റെ സ്കിന്ന് പുറത്തൂടെ മുഴുവൻ ചോര ഒഴുകുക. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ കൊച്ചു പറഞ്ഞു, ചാച്ചീച്ചി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ദയനീയമായിട്ട് ഉറക്കം ഇങ്ങനെ. പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ആ സമയം കടന്നുപോയത്. ഇത്രയേറെ സഹിച്ചിട്ടും ആ കുടുംബം ആൽഫിയെ ചേർത്ത് പിടിച്ചു. ഒരുപക്ഷെ വേണമെങ്കിൽ ആൽഫിയെ അവർക്ക് തള്ളിക്കളയാമായിരുന്നു, മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ ദൈവം അവൾക്ക് വേണ്ടി മാറ്റിവെച്ചത് മറ്റൊന്നായിരുന്നു. മറ്റുള്ളവരിലൂടെ ദൈവം അവളെ ചേർത്ത് നിർത്തുകയായിരുന്നു. എന്തു വന്നാലും തങ്ങളിലൊരുവളായി ഈ സമൂഹത്തിൽ അവൾ വളരുമെന്ന് അവർ ഉറപ്പിച്ചു. ഒരു ദിവസം ഇതുപോലെ രാവിലെ കുളിപ്പിച്ചാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവള് സ്കൂളിലും പോയി, ഡാഡി കോളേജിലും പോയി. കിടന്നോ കുറച്ചു നേരം. രാവിലെ വല്ലാതെ കരഞ്ഞു. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വല്ലാതെ കരഞ്ഞു. കരച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റിയില്ല. ഇത് കരയുമ്പോൾ ഇതിനെ ഒന്ന് എടുക്കാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്നിനും പറ്റിയല്ല. നിന്ന് കരയുക. എന്നിട്ടിത് കിടന്നുറങ്ങി. രാവിലെ ഉറങ്ങിയതാണ്. ഉച്ച കഴിഞ്ഞ സമയം ഒരേ കടപ്പ്. ഞാനിങ്ങനെ ഒന്ന് ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇരിക്കുക. എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ശ്വാസം വിടുന്നുണ്ടോ, കണ്ണ് തുറക്കുന്നുണ്ടോ, ഇതിന് വിളിക്കാൻ തോന്നുന്നില്ല. ഇനി എഴുന്നേറ്റ് ഇത് കരഞ്ഞാലോ, കരച്ചിൽ കേൾക്കാൻ പറ്റിയല്ല. ഈ കരച്ചിൽ പേടിച്ചിട്ട് ഞാൻ വിളിക്കുന്നുമില്ല. സമയം പോയിക്കൊണ്ടിരിക്കുക. ഉച്ച കഴിഞ്ഞു. കണ്ണുപോലും അനങ്ങുന്നില്ല, ശ്വാസം വിടുന്നില്ല, ഒന്നുമില്ല. തൊട്ട് നോക്കിയാലോ ഇല്ല, തൊട്ടാൽ ഇനി എഴുന്നേറ്റ് കരഞ്ഞാലോ ഒന്നും പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഞാൻ ആ കട്ടിലയിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേളാങ്കണ്ണി മാതാവിനെ വിളിക്കുക. എൻ്റെ വേളാങ്കണ്ണി മാതാവേ, 21 വീട് തണ്ട് നേർച്ചയായിട്ട് ഞങ്ങൾ വന്നേക്കാം. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചതായോ എന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ഒരൊറ്റ കടപ്പ് വേണം. എനിക്കൊന്നും കാണാൻ വയ്യ, ഒന്നിനും പറ്റുകയില്ല. അതേ കിടപ്പ് കിടന്ന് എത്ര നേരം കിടന്നെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് ഇത് തന്നെ എഴുന്നേറ്റ് എന്നെ വിളിക്കുക, മമ്മി എഴുന്നേക്ക്, എനിക്ക് കഞ്ഞി തന്നു. ഞാൻ വേഗം തല പൊക്കി നോക്കുമ്പോൾ തലയണേ കയറി അങ്ങനെ ഇരിപ്പുണ്ട്. എനിക്ക് എന്നാ ചെയ്യണ്ട? ഞാൻ എന്നതായി കാണുന്നത്. മാതാവിനോട് ജീവൻ തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു തന്നേക്കാം. എനിക്ക് എന്നാ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ വേഗം നിന്നെ തപ്പി നോക്കി, പതുക്കെ തപ്പി നോക്കി. മേത്ത് തൊട്ട വേദന ഇടിക്കല് നോക്കുമ്പോൾ ഇതിൻ്റെ മുഖത്ത് വേദനയുടേതായ ഒരു ക്ഷീണവും ഇല്ല. ഞാൻ ഉടുപ്പ് നോക്കി മുറിവൊക്കെ പാടിയിരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം കൈ നീട്ടി വേഗം എടുത്ത് ഞാൻ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കഞ്ഞി കുടിച്ച്. എനിക്ക് എന്നതാ ആരോടോ ഇത് പറയണ്ടേ, എന്നാന്നാ പറയണ്ടേ? എനിക്ക് എന്തോ ഒരു മനസ്സിന് മരവിപ്പ്. എന്നിട്ട് എത്ര സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞങ്ങൾ കനാലിൽ പോയിരിക്കും. പശുവിനെ മാറ്റിക്കെട്ടി വന്നിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വരാൻ പറ്റുന്നില്ല. ഞാൻ കനാലിൽ തന്നെ ഇരുന്നു. അവിടെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞ് കുറേ നേരം ഇവള് വന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ കയറി വരുന്നത്. സ്കൂൾ വിട്ട് വരുന്നു. അവിടുന്ന് കയറി വന്ന് ഇവരോടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുക. മാതാവിനോട് ജീവൻ തിരിച്ചു തന്നു പറഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു തന്നേക്കാൻ ഞാൻ ആരോടാ ഇത് പറയേണ്ടത്, എന്നാന്നാ പറയേണ്ടത്? എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ പോയി. അങ്ങനെ വേദനയുടെ വേദന. വെച്ച കഞ്ഞി പോലും കുടിക്കാൻ പറ്റിയല്ല ഇതിൻ്റെ കരച്ചിലുകൊണ്ട്. അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും ഞങ്ങൾ തള്ളി നീക്കി. ആൽഫിയെ കുറിച്ച് പറയുമ്പോൾ
ഈ അമ്മയുടെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞൊഴുകിയിരുന്നു. മാതൃസ്നേഹത്തിന്റെ പരിലാളനയുടെ നേർസാക്ഷ്യമായിരുന്നു ആ കണ്ണുനീർ. വേദനിക്കുന്ന ശരീരവുമായി അവൾ പുളയുമ്പോഴും അവഹേളനത്തിന്റെ കൂരമ്പുകൾ അവൾക്ക് നേരെ തിരിഞ്ഞപ്പോഴും പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുഞ്ചിരി അവളുടെ മുഖത്ത് ഇന്നുമുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ അവഹേളനത്തിന്റെയും കുറ്റപ്പെടുത്തലുകളുടെയും പാത്രമായിരുന്നു ആൽഫിയും കുടുംബവും. ഈ നീറുന്ന ഓർമ്മകൾക്കിടയിലും ഒന്നിനും ഒരു പരാതിയുമില്ലാതെ എല്ലാം സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാനാണ് ഈ കുടുംബത്തിന് ഇഷ്ടം. ഇവിടെ ആൽഫി ഒരു പ്രതീകം മാത്രമാണ്. വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ പ്രതീകം. ദൈവം തരുന്ന നമ്മുടെ ശബ്ദം അത് അവനു വേണ്ടി തന്നെ ഉയർത്തുക. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ, ഞങ്ങളിൽ നിൻ ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപാ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്കു പ്രത്യാശയും നീ. സർവം ക്ഷമിക്കുന്നവൻ നീ, ഞങ്ങൾക്കു പ്രത്യാശയും നീ. വഴിയും സത്യവും ജീവനുമായി നീ വന്നിടണമേ നാഥാ, വന്നിടണമേ നാഥാ. സ്നേഹമേ, ദിവ്യ സ്നേഹ. ആൽഫി അവളുടെ കഥ എന്നോട് പറയുമ്പോൾ അവൾ കരഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുകൾ ഒരിക്കൽ പോലും നിറഞ്ഞിരുന്നില്ല. പക്ഷെ അവളുടെ കുഞ്ഞു മനസ്സ് ആ സമയം എത്ര തേങ്ങിയിട്ടുണ്ടാകും. അത് അവൾ എങ്ങനെയായിരിക്കും നേരിട്ടത്? ആ സമയം ചോദ്യങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ശരീരത്തിൻ്റെ വേദനകൾക്കപ്പുറത്തേക്ക് ആൽഫി നേരിട്ടിരുന്നത് മനസ്സിനേറ്റ വേദനയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ സ്കൂൾ ജീവിതം ഞാൻ ആലോചിക്കുമായിരുന്നു. ഈ കുട്ടികളൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ഒരു സ്കൂൾ ജീവിതം കിട്ടിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു PPE കിറ്റൊക്കെ അറിയത്തില്ലേ, എന്തൊരു സഫോക്കേറ്റിംഗ് ആണ്. നമ്മളതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസം കിട്ടത്തില്ല, കൈയും കാലവും ഒന്നും നിവർത്താൻ പറ്റത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഇതേപോലായിരുന്നു എല്ലാ ദിവസവും രാവിലെ എൻ്റെ മമ്മി എന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. ഫുൾ കോളർ, അത് വെറും കോളറല്ല, എത്രത്തോളം എൻ്റെ കഴുത്ത് കവർ ചെയ്യാമോ അത്രത്തോളം നീളമുള്ള കോളർ, ഫുൾ കൈ, അതിനറ്റത്ത് കുറേ ലേസിൻ്റെ കുറേ ഡെക്കറേഷൻസ്, പിന്നെ സോക്സ്, ചെറിയ ഷോർട്സ് ഉണ്ടാവും, അതിന് താഴെ സോക്സ് ഉണ്ടാവും, ഷൂ ഉണ്ടാവും. എൻ്റെ ഒരു ഭാഗവും പുറത്ത് കാണാത്ത വിധത്തിൽ കവർ ചെയ്തിട്ടായിരുന്നു മമ്മി എന്നെ വിട്ടുകൊണ്ടിരുന്നത്. മുടിയാണെങ്കിലും ഇത്രയും ക്രോപ്പ് ചെയ്ത് ഫുള്ളിങ്ങനെ വെട്ടി അങ്ങിടും. അപ്പോൾ എൻ്റെ ചെവി പോലും ആരും കാണത്തില്ല. ഈ സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് എപ്പോഴും കുട്ടികൾക്കതൊരു കൗതുകമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ മാത്രം കൃത്യമായൊരു യൂണിഫോം ഉണ്ടായിട്ട് എനിക്ക് മാത്രം എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യൂണിഫോം? ചില കുട്ടികൾ അത് ചോദിക്കാനുള്ള മടി കൊണ്ടായിരിക്കും എന്നോട് ആരും ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ക്ലാസ്സിലിരിക്കെ
എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു ആൺകുട്ടി, അവൻ്റെ കൗതുകം കൂടിയിട്ടായിരിക്കാം അവൻ എൻ്റെ അടുത്ത് വന്നേച്ച് എൻ്റെ ഈ കോളറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലിച്ചു. അപ്പോഴാണ് ഇവൻ കാണുന്നത് നമ്മൾ ഈ വൂളൻ സ്വെറ്ററൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നൂല് കോർത്ത് തുന്നി വെക്കത്തില്ലേ, അതേപോലെ എൻ്റെ കഴുത്ത് നിറയും അടുക്കടുക്കായിട്ട് കണ്ടു. അപ്പോൾ ഇവൻ ആഞ്ഞു പിടിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ കോളർ നേരെയാക്കി ഞാൻ അവിടെ നിന്ന് വേഗം മാറിപ്പോയി. പക്ഷേ അവൻ്റെ ക്യൂരിയോസിറ്റി അവിടെ നിന്നില്ല. ഇവൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കുക എന്ന് നമ്മൾ പറയത്തില്ല, ഇവൻ കാത്തിരുന്നു. അതെന്താണെന്ന് ചോദിക്കാനുള്ള മടി കൊണ്ടാണോ എന്നറിയില്ല, അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള അവൻ്റെ ഒരു ആവേശമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇടനാഴിയിലൂടെ ഞാനിങ്ങനെ ടോയ്ലറ്റിലേക്ക് നടന്നു പോവുക. ആ സമയത്ത് ഇവൻ ആദ്യം ചെയ്ത പോലെ കോളർ പിടിച്ച് വലിച്ചതിന് ശേഷം അവൻ ചെയ്തത് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ മാന്തി ഇങ്ങനെ എടുത്തു. അതായത് അവൻ ഓർത്തത് വേറെ എന്തോ സ്പെഷ്യൽ എന്തോ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ മാന്തി നോക്കിയതാണ്. അവനിങ്ങനെ മാന്തുന്ന ഒപ്പം തന്നെ എൻ്റെ സ്കിന്ന് അതിങ്ങനെ പീൽ ചെയ്ത് വരുമായിരുന്നു. എൻ്റെ കഴുത്തിലൂടെ ചോര പൊടിഞ്ഞ വെള്ളവും ചേർന്ന് എൻ്റെ കോളർ മുഴുവൻ നനഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. എൻ്റെ ശ്രദ്ധ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനിത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി കുട്ടികളോടത് പറയും. എല്ലാ കൂട്ടത്തിലുള്ള കുട്ടികൾ അതെല്ലാവരും ശ്രദ്ധിക്കും. എൻ്റെ അടുത്ത് ഓടി വന്ന് ഇനിയും ഓരോരുത്തർ എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സന്തോഷമായിട്ട് എൻ്റെ സ്കൂളിലേക്ക് പോയിരിക്കാനോ സാധിക്കത്തില്ല. വളരെ അപമാനത്തോടു കൂടി ആ ക്ലാസ്സിലെ ഒരു ബെഞ്ചിൽ പോയി തല കുനിച്ചിരുന്ന ആ ഒരു ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അവഹേളനത്തിന്റെ നടുവിലേക്ക് വീണു പോകാതിരിക്കാൻ അവൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ ശരീരത്തിൽ വീണ്ടും ഒരു മുറിവുണ്ടാകണേ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്തിനാണെന്നോ, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ തനിക്ക് പുറത്തെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാം. അവൾ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ട ഒരു പെൺകുട്ടി വേഗം വന്ന് അവൻ്റെ കൈയെല്ലാം തട്ടി മാറ്റി എന്നെ അവിടെ നിന്ന് സേഫാക്കി ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അങ്ങോട്ടേക്ക് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവളായിരുന്നു. എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ, എൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ, എൻ്റെ കഥകൾ കേൾക്കാൻ എപ്പോഴും അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സൗഹൃദവും ഒരുപാട് കാലമൊന്നും നിന്നില്ല. ഒരു ദിവസം അവൾ വൈകുന്നേരം എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അതെല്ലാവരും കാണുക വേണ്ട. അങ്ങനെ ആരുമില്ലാത്ത ഒരു സ്കൂളിൻ്റെ ഒരു സൈഡിൽ എന്നെ മാറ്റി നിർത്തിയിട്ട് ഇവൾ പറയുകയാണ്, ആൽഫി, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇനി നമ്മൾ ഒരിക്കലും കൂട്ടുകൂടില്ല. നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിന്നോട് കൂട്ടുകൂടിയാൽ അവർ എന്നോട് കൂട്ടുകൂടില്ല. സ്കൂൾ വിട്ട് വീട്ടിൽ പോകുമ്പോൾ എന്നെ കൂട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും മിണ്ടുകയില്ല കേട്ടോ. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു എനിക്കത്. ഞാൻ മനസ്സിലാക്കുകയായിരുന്നു എന്തെല്ലാമോ വ്യത്യസ്തതകൾ കൊണ്ട് മറ്റാരും അംഗീകരിക്കാത്തൊരു വ്യക്തിയായിരിക്കും. ഒരു പക്ഷേ എനിക്ക് നല്ലൊരു സുഹൃത്തിനെ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. എൻ്റെ ആ ഒരു തിരിച്ചറിവിൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, എൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമത്തിലും എൻ്റെ കൂടെ നിൽക്കാൻ നല്ലവനായ ദൈവമുണ്ട്. എന്നെ ഒറ്റപ്പെടുത്താത്ത, എന്നെ ചേർത്ത് പിടിക്കുന്ന, മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും എന്നെ ഒരു പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാത്ത ഒരു ദൈവം എനിക്ക് കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അതുതന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്കുള്ള എൻ്റെ ഏറ്റവും വലിയ ബലം. ഓരോ പരിചയപ്പെടലുകളും ഓരോ പാഠങ്ങളാണ്. അനുഭവിച്ചറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ് എന്നുള്ള തിരിച്ചറിവ്. ദൈവത്തിലുള്ള ആൽഫിയുടെ അടിയുറച്ച വിശ്വാസം ഒരുപക്ഷെ രൂപപ്പെട്ടതും അവളുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരിക്കും. 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് ആൽഫിക്ക് ശരീരം ഇങ്ങനെ വിണ്ടു കീറരുതേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ 15 ദിവസം 20 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ പോകാതിരിക്കുന്നത് കൊണ്ട് മാർക്ക് കുറഞ്ഞു പോകുമല്ലോ എന്നൊരു വിഷമവും എനിക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷന് 2 മാർക്ക് കുറവ്.
10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോകാൻ തീരുമാനിച്ചു. +2 അവൾക്ക് സയൻസ് എടുക്കണമെന്ന് നിർബന്ധം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ പൊട്ടുന്ന ഇടയ്ക്ക് അല്ലെങ്കിൽ 15 ദിവസം 20 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ പോകാതിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നത് എന്ന് അവളോട് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തോളാം, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് ചേർന്നു. അവിടെയും ഈ ബുദ്ധിമുട്ടുകൾ തുടർന്നുകൊണ്ടിരുന്നു. ഈ അധിക സമയത്തും ഈ മരുന്നിന് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ സ്കൂളുകളിൽ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. ഇപ്പം മറ്റുള്ളവർ ബസ്സിൽ പോകുമ്പോഴത്തേന് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും. അതുപോലെ കുട്ടികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരു തുറിച്ച് നോക്കുക. കാരണം കഴുത്തിലും കയ്യിലും കാലിലുമെല്ലാം തൊലി ഇങ്ങനെ വരണ്ട് ഒരു കട്ടി വെച്ച രീതിയിൽ വരികയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു സ്മെല്ലും ഉണ്ട്. ഇത് എത്ര മരുന്ന് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു പോവുകയും വരികയും ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആദ്യം ആയുർവേദമാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ചികിത്സ തുടങ്ങി. എന്നിട്ടും ഒരു കുറവുമില്ല. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പോയി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെയൊക്കെ ഇതുകൊണ്ട് ഇത് മാറുകയില്ല എന്ന് ഒരു നിഗമനത്തിലാണ് അവരെത്തിയിരുന്നത്. അതിനിടയ്ക്ക് ഹോമിയോ നോക്കി, അതും ഇതേ അവസ്ഥ തന്നെ. പിന്നെ ഹെർബോമിലർ നോക്കി, നാടൻ ചികിത്സ നോക്കി, എല്ലാ മേഖലയിലും ഏതൊക്കെ രീതിയിൽ ചികിത്സിക്കാൻ പറ്റുമോ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞവർക്ക് മെഡിസിന് പോകണം. അതിന് കോച്ചിങ്ങിന് കോഴിക്കോട് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് നമ്മളെ ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുവിട്ടു. അവിടെ ചെന്ന് ഒരു ഡിസംബർ അവസാനം ജനുവരി ആദ്യം ആയപ്പോൾ വല്ലാതെ അങ്ങ് കൂടുകയായി. ഭയങ്കര ചൊറിച്ചിലും അങ്ങ് തുടങ്ങി. അപ്പം അവൾ അത് ഇട്ടിട്ട് പോരേണ്ടി വന്നു. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി. അവളുടെ ആഗ്രഹം ഇങ്ങനെ നടക്കുന്നില്ലല്ലോ. ഈ സമയം തന്നെ പലരും ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ നിശ്ചയം ഇവൾ ഡോക്ടറല്ല, മറ്റു പല മേഖലയാണ് എന്ന് തീരുമാനിക്കുകയാണ്. ഈ സന്ദർഭങ്ങളൊക്കെ ഇവൾക്ക് ധ്യാനത്തോട് ഭയങ്കര അടുപ്പമായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ധ്യാനത്തിന് പോകും. അവിടെ പറയുന്ന കാര്യങ്ങൾ പലതും അവൾ ഞങ്ങളോട് ഒളിച്ചു വെക്കും. ഇവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരിക്കലും മുഴുവനായും ഞങ്ങളോട് പറയുകയല്ലായിരുന്നു. കാരണം ഞങ്ങൾ വിഷമിക്കരുത് എന്നുകൊണ്ട്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്. വല്ലാതെ ഞങ്ങളും തളർന്നിരിക്കുന്ന കാണാൻ അവർക്ക് കഴിയില്ല. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി വൈദികർ ഇവക്ക് തുണയായി നിന്നിട്ടുണ്ട്. ബെന്നി മുതലക്കാല അച്ഛൻ, അഗസ്റ്റിൻ ചിറക്കത്തോട്ട അച്ഛൻ, വിനോദ് അച്ഛന് മുതലായ വൈദികർ ഇവക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തോട് ഇവൾ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവൾ ധ്യാനത്തിന് പോകുകയെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു പോയി. അപ്പം ധ്യാനം നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ രാത്രി സ്വപ്നം കണ്ടു. ഒരു ദിവസം യോസേപ്പ് പിതാവും മാതാവും ഈശോയും എൻ്റെ റൂമിൽ വരികയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഞാൻ നേരം വെളുത്ത് കണ്ണു തുറന്നപ്പോൾ ഇതാണ് എനിക്ക് അനുഭവത്തിൽ വരുന്നത്. അവൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഈശോയുടെയും രൂപം, അത് ഞങ്ങളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്
ആയിരുന്നു ഇവർക്ക് ഈ രോഗങ്ങൾ കൊടുത്തിരുന്നത്? ഓരോ കുറവും നമ്മുടെ നിറവുകളാണ്, ദൈവം നമുക്ക് തരുന്ന സമ്മാനം. ഇതൊരു കഥയോ കെട്ടുകഥയോ അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യം. ഓർമ്മകൾ എന്നും സുന്ദരമാണ്, പക്ഷേ ആൽഫിയുടെ ഓർമ്മകൾ എന്നും ചുട്ടുപൊള്ളുന്ന ഒരു കനലാണ്. ആ കനൽ വഴികളെ അവൾ നേരിട്ടത് പച്ചയായ ജീവിതം കൊണ്ട്. ആ ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ്.